നമ്മളിന്ന് പെഴല വില്ലേജിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. പെഴല വില്ലേജ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ കണ്ടെയ്നർ റോഡിൽ നിന്ന് വരാപ്പുഴ ജംഗ്ഷനിലെ കണ്ടെയ്നർ റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് പോകുമ്പോൾ 10 കിലോമീറ്ററാണ് ഹൈക്കോട്ട്. ഒരു 4 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു നിഹാര റിസോർട്ട് കാണാം. അത് കഴിഞ്ഞ് പാലം ഇറങ്ങി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമുക്ക് യൂ ടേൺ വരേണ്ടി വരും, അല്ലെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ റൈറ്റ് സൈഡിലൊരു പാലം പോകുന്നുണ്ട്, അതാണ് ഈ പാലം. 600 മീറ്ററാണ് ഈ പാലത്തിൻ്റെ ലെങ്ത്ത്. ഈ പാലം പണിതിട്ട് ഈ ഒരു കരയിലോട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നേരെ ചെറിയ കടമക്കുടി, വലിയ കടമക്കുടി വഴി ചാത്തനാട് വന്ന് കയറും. ചാത്തനാട് 9 കിലോമീറ്ററാണ് നോർത്ത് പറവൂർ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു പാരൽ റോഡായിരിക്കും. വരാപ്പുഴ ടച്ച് ചെയ്യാണ്ട് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പറവൂർ ചെറായിലേക്ക് പോകാൻ, ചെറായി ബീച്ചൊക്കെ കുറച്ചുകൂടി അടുത്തായിട്ട് വരും. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ സ്പോട്ടിൽ നിർത്തിയേക്കാണ് പാലം പണി. ഇപ്പോൾ നിർത്തിയിട്ട് 2 വർഷത്തിന് മുകളിലായിട്ടോ. പിന്നെ സംസ്ഥാനത്തിൻ്റെ സർവേയും കാര്യങ്ങളൊക്കെ നടന്നാലും അവിടെ പാലം ബാക്കി മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തേക്കാണ്. ഇപ്പോൾ ചുറ്റും വയലുകളാണ്, ചെമ്മീൻ കെട്ടുണ്ട്, നാടൻ കള്ള് ഷോപ്പുകളുണ്ട്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരത്തെ ബോട്ട് ആണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പാലം വന്നപ്പോഴാണ് അവർക്ക് ഈ കരയിലോട്ട് അവരുടെ വണ്ടികളെല്ലാം കൊണ്ടുവരാനുള്ള ഓപ്ഷനായത്, പെട്ടെന്ന് ട്രാവൽ ചെയ്യാനും പറ്റി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തിരിഞ്ഞ് റൈറ്റിലോട്ട് പോകുന്നതാണ് ഈ പെരല ഗ്രാമത്തിലോട്ടുള്ള വഴി. അപ്പോൾ നമ്മളീ കണ്ട് ഇവിടം വരെയുള്ള റോഡ് നല്ല റോഡാണ്. ഇനി അങ്ങോട്ട് ഈ പണിത റോഡ് ഇവിടെ തീരെയാണ്. പിന്നെ പഞ്ചായത്തിൻ്റെ റോഡായിരുന്നു, അത് ഒരു ഓട്ടോറിക്ഷയ്ക്കും ഒരു ബൈക്കിനും പോകാനുള്ള വീതിയുള്ളൂ, ഈ കാണുന്ന വീതിയുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ ഭാഗം അവർ കണ്ടങ്ങളൊക്കെ നികത്തിയിട്ട് 2ാമത് റോഡ് വീതി കൂട്ടി പണിയുന്നുണ്ട്. ഇപ്പോൾ മെറ്റലൊക്കെ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അത്ര സുഖമായിട്ടുള്ള ഒരു യാത്ര എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും നേരത്തെ സൈക്കിളുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഗ്രാമത്തിലോട്ട് കയറി കഴിയുമ്പോൾ റൈറ്റിലോട്ട് ഒരു വഴിയുണ്ട്, അത് നേരെ ചെന്ന് പുഴയുടെ കരയിൽ അവസാനിക്കും. ഇത് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ്. ആ വഴി ആകെ 2 കിലോമീറ്റർ ജസ്റ്റേ ഉള്ളൂ. ഒരു അമ്പലമുണ്ട്, സർവീസ് സഹകരണ സംഘമുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, മൃഗാശുപത്രി ഉണ്ട്, ജനറൽ ചെറിയൊരു ഡിസ്പെൻസറി ഉണ്ട്, ചായക്കടയുണ്ട്, ബാർബർ ഷോപ്പ്, അങ്ങനെ ഒരു അത്യാവശ്യം ഗ്രാമത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഈ പോകുന്ന വഴി ഒരു ഇരുമ്പ് പാലമുണ്ട്. ആ പാലത്തിനടുത്താണ് യൂണിയൻ ബാങ്ക് ഉള്ളത്. അപ്പോൾ ആ പാലം എന്ന് വെച്ചാൽ വളരെ ഒരു നൊസ്റ്റാൾജിക്, ഇതാണ് ആ പാലം, നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീണ്ടും തിരിച്ചു പോകണം. തിരിച്ചു പോകുന്നിട്ട് വീണ്ടും ഈ ആദ്യം കണ്ട പാലത്തിൻ്റെ അവിടെയാണ് എത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരു വൈകുന്നേരങ്ങളിൽ ഈ പാലത്തിൽ ഭയങ്കര ക്രൗഡാണ്. അത് ഫ്രണ്ട്സ്, ലവേഴ്സ്, പിന്നെ പാരൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികൾ, ഇതാണ് വൈകുന്നേരത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞത്. 3-4 അടിപൊളി സീ ഫുഡ്സ് കിട്ടുന്ന നാടൻ ഭക്ഷണശാലകൾ ഇവിടെ ഉണ്ട്. വൈകുന്നേരം ഭയങ്കര രസമുണ്ട് ഇവിടെ വന്ന്. പകൽ ചൂടും കാര്യങ്ങളൊക്കെ ഇല്ല, ഭയങ്കര പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇവിടെ നിന്ന് സഞ്ചരിച്ച് നോക്കുക, ഒരു 10 മിനിറ്റ് ചിലവഴിച്ച് നോക്കുക. നല്ലൊരു അനുഭവമായിരിക്കും ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം ആ മൊമെൻറ്റ്സിന്. വീഡിയോ ഇഷ്ടമാവുന്നതായിരിക്കണം. വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.